ശ്രീത്ത്, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? നിലവിൽ ഏതാണ്ട് ആ പടക്ക നിർമ്മാണ പുരയുടെ അടുത്തേക്കെങ്കിലും എത്താറായിട്ടുണ്ടോ? ദൂരെ നിന്നുള്ള വാട്ടർ സ്പ്രേയിങ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അത് ഇനി എങ്ങനെയാണ് നെക്സ്റ്റ് ഘട്ടം രക്ഷാപ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു പ്രതികരണം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. ചേട്ടൻ ഇവിടെ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. ഞങ്ങളും 5-8 പേരാണ് ഞങ്ങൾ എടുത്തിട്ട് കൊണ്ടുപോയത്. ഇപ്പോഴത്തെ ഒരു കുറച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. ഈ കൊണ്ടുപോയ ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്? ഒന്നും ജീവനില്ലാത്ത ആൾക്കാരുണ്ട്. ഒക്കെ പോയി. ശരീരത്തിൽ ഒന്നുമില്ല, ഒക്കെ പീസാണ്. ഒക്കെ നമ്മൾ ഒരാളെ മാത്രം ശരിക്കും 6 പേരാണ്. 6 പേരെ കൊണ്ടുപോയിട്ടുണ്ട്. 6 പേർക്കും ജീവനില്ല. ആരും ജീവനില്ല. ഒക്കെ ഓരോരോ പീസുകൾ അവിടെ നിന്ന് കൊണ്ടുപോയി ഞങ്ങൾ. അതാ കൊണ്ടുപോയ ചേട്ടനാണ് പറയുന്നത്. അതൊരു ദുഃഖകരമായ കാര്യമാണ് സുഹൈല് അനുജ വെളിപ്പെടുത്തുന്നത്. 6 പേരെയാണ് കൊണ്ടുപോയത്. 6 പേർക്കും ജീവനില്ല. അതായത് മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങൾ വരുന്നതുവരെ നമുക്ക് അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. ശ്രീത്ത്, നിലവിൽ രക്ഷാപ്രവർത്തനം അത് പരമാവധി വേഗത്തിൽ തുടരാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിസന്ധി എന്താണ്? തുടർ സ്ഫോടനങ്ങൾ തന്നെയാണോ? അതിന്റെ അടുത്തേക്കൊക്കെ ഫയർഫോഴ്സിലേക്ക് എത്താറായിട്ടുണ്ടോ? നിലവിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെടിക്കെട്ട് നിർമ്മാണപ്പുരയാണ്. സ്വാഭാവികമായി അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കണം. ഫയർഫോഴ്സിൻ്റെ മറ്റ് യൂണിറ്റുകളൊക്കെ ഈ മേഖലയിലേക്ക് എത്തണമെങ്കിൽ ഈ മേഖലയിലേക്ക് എത്തണമെങ്കിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പോഴും കണ്ടില്ലേ ആ സ്ഫോടനം. അതുപോലെ തന്നെ വീണ്ടും നടക്കുന്നൊരു സാഹചര്യമാണ്. ഏത് മേഖലയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം വരുന്നത്, അല്ലെങ്കിൽ പടക്കങ്ങൾ ഏത് മേഖലയിലാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. വലിയൊരു തീനാളമാണ് ആ മേഖലയിലൊക്കെ ഇപ്പോൾ നിലവിൽ കാണുന്നത്. അതിപ്പോൾ സ്വാഭാവികമാണ്. എന്തായാലും ഈ വെടിക്കെട്ട് നിർമ്മാണപ്പുര പൂർണ്ണമായി കത്തിനശിച്ചിരിക്കുന്നു. ഒന്നിലധികം വെടിക്കെട്ട് നിർമ്മാണപ്പുരകൾ ഈ മേഖലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു അപകടത്തിൻ്റെ വ്യാപ്തി കൂടും. 30-40ഓളം പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതിൽ 6 പേരെ കൊണ്ടുപോയി എന്ന് പറയുന്നു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണെന്ന് പറയുന്നത്. അതായത് തീർത്തും ഗുരുതരമായ ഒരു സംവിധാനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. എന്തായാലും ഫയർഫോഴ്സും പോലീസും ആളുകളെ പൂർണ്ണമായി ആ മേഖലയിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളോട് തീർത്തും സുരക്ഷ മുൻനിർത്തി മാറാൻ വേണ്ടി പൊട്ടിത്തെറിയുമാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൃശ്യത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തരത്തിലേക്ക് പതുക്കെയാണെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ? തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് ആ മേഖലയിലേക്ക് എത്തണം. അത് പാടത്തിന്റെ വരമ്പടക്കം മുറിച്ച് അപ്പുറത്തെ മേഖലയിലേക്ക് മാറി നിൽക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയാണ്. വരമ്പടക്കം മുറിച്ച് മാത്രമേ ഫയർഫോഴ്സിനും അതുപോലെ തന്നെ ആംബുലൻസിനും ഒക്കെ ഇവിടേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴും അവിടെ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ആ സുരക്ഷയാണ് മാധ്യമപ്രവർത്തകരോടും നാട്ടുകാരോടും ഒക്കെ പറയുന്നത്. ആ മേഖലയിലേക്ക് പോകരുത്, കൂടുതൽ പടക്കം പൊട്ടാനുള്ള സാധ്യത, സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷ മുൻനിർത്തി നമ്മളെല്ലാവരും ഒരു മേഖലയിലേക്ക് മാറി നിൽക്കുകയാണ്. നമ്മുടെ മുൻപിൽ വെച്ചത് തന്നെയാണ് വീണ്ടും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസ് തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.